അഖില മേഡത്തിന്റെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. അഖില മേഡത്തിന്റെ ജീവന് ഒരാപത്ത് വരുത്തില്ലേ ദേവി. അതിനു പകരം എന്റെ ജീവൻ എടുത്തോളൂ. ഞാനാ പാപി. ഇനി എനിക്ക് നശിച്ച ജന്മം വേണ്ട. അത് തിരികെ എടുത്ത് എന്റെ മേഡത്തിന്റെ ജീവൻ രക്ഷിക്കണം. മോളെ, വന്നപ്പോ മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. വല്ലാതെ മനസ്താപം അനുഭവിക്കുന്നുണ്ടല്ലേ? ഈ മുഖം അത് വിളിച്ചു പറയുന്നു. ഞാൻ ദൈവത്തെ പോലെ കരുതുന്ന എന്റെ അഖില മേഡം അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലില. അതിന് കാരണക്കാരി ഞാനാ. കുഞ്ഞേ, നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങൾക്കും മനുഷ്യനല്ല കാരണക്കാരൻ. അനാദി മധ്യന്തങ്ങളില്ലാതെ അനന്തവും അജ്ഞേയവും അതിദുരൂഹമായി സഞ്ചരിക്കുന്ന കാലപുരുഷൻ. അവന്റെ കൈകളിലെ വിളയാട്ട് വമ്പരങ്ങൾ മാത്രമാണ് മനുഷ്യർ, വെറും മരപ്പാവകൾ. പ്രപഞ്ചശില്പി തന്റെ സർഗസൃഷ്ടിയും സാക്ഷാത്കാരവും സംഹാരവും അനസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കും. കാറിനെ ഇടിച്ചു തെറിപ്പിക്കുമായിരുന്നു. ഡ്രൈവർ പെട്ടെന്ന് ബുദ്ധിപൂർവ്വം കാർ റോഡിൽ നിന്നും പുറത്തേക്ക് വെട്ടിച്ചതുകൊണ്ടാണ് മാഡം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അല്ല, ആ ലോറിയുടെ നമ്പർ കിട്ടിയോ? ഞാൻ ആദ്യം അന്വേഷിച്ചത് അതായിരുന്നു. പക്ഷേ ലോറി നമ്പർ ഫേക്കാണ്. ഡ്രൈവറെ കുറിച്ചോ? കിട്ടിയിട്ടില്ല. അന്വേഷിക്കുകയാണ്. 2 ദിവസത്തിനകം അവനെ കണ്ടെത്തും. പക്ഷേ ഇത് ആസൂത്രിതമാണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ മതിയായ തെളിവുകളില്ല. ചിലപ്പോ അബദ്ധം പറ്റിയതാണെന്നും വരാം. ഏതായാലും ഞങ്ങൾ അന്വേഷണം വേഗത്തിലാക്കിയിരിക്കുകയാണ്. താങ്ക് യു സാർ. തരൂ. എന്റെ വിവാഹ മംഗളാശംസകൾ. ഇതാ നിങ്ങളുടെ വിവാഹ സർട്ടിഫിക്കറ്റ്. എല്ലാവരെയും അറിയിച്ചുള്ള വിവാഹ ഫംഗ്ഷനിൽ എന്നെ ക്ഷണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും. നമ്മുടെ ക്ലാസ്മേറ്റ്സ് അല്ലേ ചാ, മറക്കാൻ പറ്റുമോ? കാറിൽ സീറ്റുകൾക്കിടയിൽ കിടന്നതാണിത്. കൂടെ ഈ ഫയലുകളും. ഇത് ആനന്ദിന്റെ പേഴ്സണൽ മാറ്റർ ആയത് കാരണം ആരും കാണണ്ടെന്നും കോടതിക്ക് കൈമാറണ്ടെന്നും കരുതി ഞാനിതിങ്ങ് മാറ്റി. ആരും അറിഞ്ഞിട്ടില്ല. താങ്ക് യു സാർ. നമുക്കിനിയും കാണാം. കുറച്ച് തിരക്കുണ്ട്. എയർപോർട്ട് ഡ്യൂട്ടി. കേന്ദ്രമന്ത്രിയുടെ എസ്കോർട്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ. ബ്രോ, ഈ വിവാഹ സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് കിട്ടി? പോലീസ് സ്റ്റേഷനിൽ നിന്ന്. കാറിന്റെ സീറ്റിന്റെ അടിയിൽ
ഒരു ഫയലും ഈ മാരേജ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരുന്നുവെന്ന് സബ് ഇൻസ്പെക്ടർ പറഞ്ഞു. പുതിയ സബ് ഇൻസ്പെക്ടർ ശ്യാം എന്റെ കൂടെ ബിടെക്കിന് പഠിച്ച ആളാ. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് അവനറിയാം. ഈ സർട്ടിഫിക്കറ്റ് കാണിച്ച് അവൻ എന്നെ ഒന്ന് ചോദ്യം ചെയ്യാൻ ശ്രമിച്ചു. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഏതായാലും അങ്ങനൊരു മുൻവിധി അവനുള്ളതിനാൽ അവനിത് സൂക്ഷിച്ചു വെച്ചു. വളരെ രഹസ്യമായിട്ടാണ് ഇത് തന്നത്. അപ്പൊ ഞാൻ കരുതിയതുപോലെ തന്നെ അമ്മ ഈ മാരേജ് സർട്ടിഫിക്കറ്റ് കണ്ടിട്ടുണ്ട്. അങ്ങനെയായിരിക്കും ആക്സിഡന്റ് ഉണ്ടായത്. ഏയ് അല്ല രവീന്ദ്ര, അമ്മ കല്യാണ സർട്ടിഫിക്കറ്റ് കണ്ടിട്ടില്ല, അത് ഉറപ്പാ. അതെങ്ങനെ ബ്രോയ്ക്ക് ഇത്ര ഉറപ്പ് പറയാൻ പറ്റുന്നേ? അമ്മ സർട്ടിഫിക്കറ്റ് കണ്ടിരുന്നെങ്കിൽ അമ്മയ്ക്ക് ബോധം വന്ന് കണ്ണു തുറന്ന ഉടനെ എന്നോടും കല്യാണിയോടും ഇങ്ങനെ പെരുമാറില്ലായിരുന്നു. അതും ശരിയാണ്. അല്ല ബ്രോ, അപ്പൊ ഇതും പ്രിയങ്കയുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണെങ്കിലോ? സംശയമില്ലാതില്ല. പക്ഷേ അമ്മയുടെ കാറിൽ മറ്റൊരു വാഹനം ഇടിച്ചിട്ടല്ലല്ലോ ആക്സിഡന്റ് ഉണ്ടായത്. അല്ല ബ്രോ, സത്യത്തിൽ ഈ ആക്സിഡന്റ് എങ്ങനെ ഉണ്ടായെന്നുള്ള കാര്യം അന്വേഷിച്ചു? പ്രാഥമികമായ ഒരു അന്വേഷണം മാത്രമേ നടന്നിട്ടുള്ളൂ. എതിരെ വന്നൊരു വാഹനം റോങ് സൈഡിലായിരുന്നുവെന്ന് നമ്മുടെ ഡ്രൈവർ പറയുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാർ വെട്ടിച്ചപ്പോഴാണ് ഈ ആക്സിഡന്റ് ഉണ്ടായത്. യെസ്, ദാറ്റ് വാസ് മൈ പ്ലാൻ. അതിന് നിനക്കെന്താ വേണ്ടത്? അഖിലയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണോ നീ എന്നോടിത് ചോദിക്കാൻ? അത് പറയുന്നത് പിന്നീട്. ഇപ്പോഴൊന്നു മാത്രമേ അവസാനമായി നിന്നെ ഓർമ്മപ്പെടുത്താനുള്ളൂ. നീ പൊയ്ക്കൊണ്ടിരിക്കുന്ന റൂട്ട് ശരിയല്ല. യു ഹാവ് ക്രോസ്ഡ് ആൾ ദ ലിമിറ്റ്സ് ആൻഡ് യു ഹാവ് ക്രോസ്ഡ് ദ റെഡ് സിഗ്നൽ. ഓലക്കയുടെ മൂടാണ്. റെഡ് സിഗ്നൽ അല്ലടാ. ചിലപ്പോ റോഡ് ക്രോസ് ചെയ്ത് ഞാൻ നിന്റെ നെഞ്ചിലും വണ്ടി കയറ്റും. നേർക്ക് നേരെ വരാൻ ധൈര്യം ഇല്ലാത്തവനാ തെറ്റുതിരുത്താൻ വരുന്നത്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആദ്യം നീ എന്റെ മുന്നിൽ വാ, എന്നിട്ടാവാം പേച്ചൊക്കെ. അല്ലെങ്കിൽ നീ എവിടെയാണെന്ന് പറ, ഞാൻ അങ്ങോട്ട് വരാം നിന്നെ കാണാൻ. സോറി, ഇനി നിനക്ക് ഇങ്ങോട്ട് വരാനുള്ള സമയമില്ലല്ലോ പ്രിയങ്കേ. നീ ഒരിടത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ? ആദ്യം അവിടെ പോയിട്ട് വാ. എവിടെയായിരിക്കുമെന്നല്ലേ? നീ ആ ബ്രേക്കിലൊന്ന് കാൽ ചവിട്ടി നോക്ക്. അപ്പോഴറിയാം നീ ഇപ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്ന്. നിൽക്കുന്ന കണ്ടില്ലേ എന്റെ കല്യാണി. കല്യാണി ഉള്ളപ്പോ എനിക്കൊരു കാര്യത്തിലും ഒരു ഭയവുമില്ല. എന്താ അങ്ങ് ദൂരെ മാറി നിൽക്കുന്നേ? എന്റെ അടുത്തേക്ക് വാ. എന്റെ ജീവൻ പോയാലും വേണ്ടില്ല, എന്റെ അഖില മേഡത്തിന്റെ ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഡോക്ടറോട് തർക്കിച്ച് എന്റെ ജീവൻ രക്ഷിച്ച നിന്നെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് എന്തൊരു അഭിമാനമാണെന്നറിയൂ. ഒരമ്മയ്ക്ക് പോലും ഒരിക്കലേ ജീവൻ നൽകാൻ കഴിയൂ. നീ എത്ര വട്ടം എനിക്കെന്റെ ജീവൻ തിരിച്ചു നൽകി കല്യാണി. നന്ദി, ഒരുപാട് നന്ദി. മാഡം, എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. ഇതിങ്ങനെ വിട്ട പറ്റില്ല ആന്റി. ഇതിനുടൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ സമാധാനായിട്ടിരിക്കെ. എല്ലാം പെട്ടെന്ന് ഭേദാവട്ടെ. അതിനുശേഷം കളത്തിലിറങ്ങിയാൽ മതി.
അതുവരെ ഞാൻ കളവൊരുക്കാം. എന്നാ പിന്നെ ഞങ്ങൾ പൊയ്ക്കോട്ടെ. ശരി ആന്റി. പ്രിയങ്കേ, ചെല്ല. അതൊരു ഗൗളി ചലച്ചതാ മോളെ. മുത്തച്ഛ, ഗൗളി ചിലച്ചതുപോലും നിന്നിൽ ഭയമുണ്ടാക്കുന്നു. അപ്പോൾ എത്രമാത്രം നിന്റെ മനസ്സിൽ ഉത്കണ്ഠയുണ്ടെന്ന് ഞാൻ അറിയുന്നു. നീ ഇങ്ങനെ ചിന്തിച്ചിരിക്കാൻ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ. ഒരു വഴിയുണ്ട്. എന്തു വഴി? അവരെ രണ്ടുപേരെയും ഈ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് അയക്കണം. ഏതെങ്കിലും ഒരു നല്ല ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ. ഒരാഴ്ച കാലത്ത് ഒരു ട്രിപ്പ്. അവർക്കത് സന്തോഷാവും. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കണ്ടേ? നമ്മളും അവരെ സഹായിക്കണ്ടേ? നീ പറഞ്ഞ ഐഡിയ കൊള്ളാം എടീ. പക്ഷെ ബ്രോയും കല്ലിൽ എന്ത് കാര്യം പറഞ്ഞ എങ്ങനെയാ ആരും അറിയാതെ അയക്കുക? അതെ, വിചാരിച്ച് നടക്കാത്ത ഒരു കാര്യമില്ല. ഞാൻ ആലോചിച്ചൊരു പ്ലാൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്ത് പ്ലാൻ? അതായത് ബിസിനസ് മീറ്റിംഗ് എന്നും പറഞ്ഞ് ആനന്ദിനെ ആദ്യം അയക്കണം. അത് കഴിഞ്ഞ് ബ്രാൻഡ് അംബാസിഡർമാരുടെ മീറ്റിംഗ് എന്നും പറഞ്ഞ് കല്യാണിയെ അയക്കണം. എന്നാ ഇവര് രണ്ടുപേരും ചെന്നെത്തുന്നത് ഒരിടത്തേക്കായിരിക്കും. ഒരാഴ്ചത്തെ ഒരു ഹണിമൂൺ ട്രിപ്പ്. അത് കഴിഞ്ഞ് അവര് രണ്ടുപേരും 2 ദിവസങ്ങളിലായിട്ട് മടങ്ങി വരട്ടെ. ഐഡിയ കൊള്ളാം. പക്ഷേ ഈ കാര്യം ബ്രോയോടും കല്യാണം പറഞ്ഞ് എങ്ങനെ സമ്മതിപ്പിക്കും? കല്യാണിയെ ഞാൻ പറഞ്ഞു സമ്മതിപ്പിച്ചോളാം. ആനന്ദിന് അരവിന്ദും പറഞ്ഞു സമ്മതിപ്പിക്കണം. എങ്ങനെയുണ്ട് ഐഡിയ? അത് കൊള്ളാം. സൂപ്പാവും. കല്യാണി, നിന്നെ കാണാൻ ഞാൻ കിച്ചണിൽ പോയി. അവിടെ കണ്ടില്ല. പിന്നെ ഞാൻ ഔട്ട് ഹൗസിൽ പോയി. അവിടെയും കണ്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി നീ നിന്റെ വിളപ്പുറത്തമ്മയെ കാണാൻ പോയിന്ന്. എന്താ വിശേഷിച്ച്? ഒരു കാര്യം ചോദിക്കട്ടെ, കല്യാണി തൃച്ചംബരത്തെ ആരാ? അതെന്ത് ചോദ്യ? ഞാനിവിടുത്തെ അടുക്കളക്കാരി. അയ്യോ അല്ല, അല്ലെങ്കിൽ വേണ്ട, ബ്രാൻഡ് അംബാസിഡർ. എന്താ പോരെ? അല്ല, കല്യാണി തൃച്ചംബരത്തെ മൂത്ത മരുമകള്, ആനന്ദിന്റെ ഭാര്യ. അഖിലാന്റിക്ക് ശേഷം ഈ തൃച്ചംബരത്തിന്റെ അവകാശി. എന്നെ കാത്തുനിന്ന കാര്യം പറ. അത് തന്നെയാ പറയുന്നത്.
എന്നെ സംസാരിക്കാനൊന്ന് അനുവദിക്കേ. ഞാൻ പറയുന്നത് മുഴുവനൊന്ന് കേക്ക്. ശരി പറയ്. സത്യത്തിൽ നീയും ഞാനുമാണ് കല്യാണി കുളത്തിൽ മുങ്ങി ശിവലിംഗം എടുക്കേണ്ടത്. പക്ഷെ ഈ കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലാത്ത തൃച്ചംബരത്തെ നശിപ്പിക്കാൻ നടക്കുന്ന ആ നാഗപടത്തെ ഗംഗ നിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാ എനിക്ക് സഹിക്കാൻ കഴിയാത്ത. അപ്പോ നാളെ നിങ്ങൾ എല്ലാരും കൂടി അമ്പലത്തിലേക്ക് പോവല്ലേ? ഞങ്ങളെല്ലാവരും അമ്പലത്തിലേക്ക് പോകുന്നു. അപ്പൊ നീ വരുന്നില്ലേ? ഞാനെന്തിനാ നന്ദന വരുന്നത്? നിങ്ങൾ എല്ലാവരും അമ്പലത്തിൽ പോയി ശിവലിംഗം എടുത്തിട്ട് വാ. ആ ഗംഗയുടെ കയ്യിൽ ശിവലിംഗം കിട്ടാതിരിക്കാൻ ഞാൻ ഇവിടെ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചോളാം. നീ ഇങ്ങനെ പറയുള്ളൂ എന്ന് എനിക്ക് അറിയാൻ കല്യാണി. നീ തൃച്ചംബരത്തുനിന്ന് മാറി നിൽക്കേണ്ടവളല്ല. നീ ഞങ്ങളുടെ കൂടെ അമ്പലത്തിലേക്ക് വരുന്നു. ഇത് പറയാനാ ഞാനിവിടെ കാത്തു നിന്നത്. വേണ്ട, ഞാൻ വന്ന ആ വിലാസിനിമയുടെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. അത് മതി അഖില മേഡത്തിന് എന്നോട് ദേഷ്യം തോന്നാൻ. അതുകൊണ്ട് ഞാൻ വരുന്നില്ല. നിങ്ങളൊക്കെ പോയിട്ട് വാ. എന്താ കല്യാണി, നീ വന്നേ പറ്റൂ. ഉറപ്പായും ആ ശിവലിംഗം കിട്ടേണ്ടത് നിന്റെ കയ്യില. അതുകൊണ്ട് നീ വന്ന നിന്റെ കാര്യത്തിൽ ദൈവം എന്ത് നിശ്ചയിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. നന്ദന എന്നോടുള്ള സ്നേഹം കൊണ്ട് എങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാ? നീ ഇവിടെ വന്ന എന്തിനാണെന്ന് അഖില മേഡം ചോദിച്ചാ എന്തുത്തരാ പറയാ? എല്ലാവരുടെയും മുന്നില് ഞാൻ വീണ്ടും അപഹാസ്യാവും. അതുകൊണ്ട് അത് വേണ്ട. ഞാൻ പറഞ്ഞിട്ടാണ് നീ വന്നതെന്ന് ഞാൻ പറഞ്ഞോളാം, ഒരു സഹായത്തിന്. അതിനെന്റെ എതിരൊന്നും പറയില്ല. അല്ല, നിങ്ങൾ രണ്ടുപേരും അല്ലേ കുളത്തിലിറങ്ങാൻ പോകുന്നത്? വെറുതെ കരയില് കൈയും കെട്ടി നിൽക്കുന്ന എന്റെ കയ്യിൽ എങ്ങനെയാ ശിവലിംഗം കിട്ടണേ? ആന്റി താലി എടുത്തു തന്ന് ആനന്ദ് നിന്റെ കഴുത്തിൽ താലി കിട്ടുമെന്ന് നീ കരുതിയിരുന്നോ? ആരോരും അറിയാതെയാണെങ്കിലും അത് നടന്നില്ലേ? ഈ പ്ലാൻ ഫലവത്താക്കി. ഇന്നത്തെ ദിവസം അഖിലാണ്ടേശ്വരി ഒരിക്കലും മറക്കാത്തൊരു പൗർണമി നാളാക്കി മാറ്റിയാലേ ഈ പ്രിയങ്കയ്ക്ക് ഉറക്കം വരും. എങ്ങനെയൊക്കെയാ പ്രിയങ്ക നിന്റെ പ്ലാൻ? അറിയാനൊരു ആകാംക്ഷ, അതുകൊണ്ട് ചോദിച്ചത്. ആ സ്ഫടികലിംഗം കണ്ടെത്താൻ ഗംഗയും നന്ദനയും കുളത്തിൽ മുങ്ങുമ്പോ എന്റെ ആളൊരുത്തൻ ആരും അറിയാതെ കുളത്തിന്റെ ആഴത്തിലേക്ക് ഓടിയിട്ട് ഇറങ്ങും. കുളത്തിനടിയിൽ വെച്ച് അവൻ തീർക്കും നന്ദനെ. എത്തി. പറഞ്ഞാൽ പറഞ്ഞ സമയവും ജോലിയും കൃത്യമായിട്ട് പാലിക്കുന്നവൻ. കേട്ടോ, ആ നന്ദന് നമ്മുടെ കൂടെ നിന്നിരുന്നെങ്കിൽ അവക്ക് അവളുടെ ആയുസ് പോകാതെയെങ്കിലും നോക്കായിരുന്നു. അതിരിക്കട്ടെ, ആനന്ദിനെയും അരവിന്ദിനെയും ഒന്നും കണ്ടില്ലല്ലോ. അവരെവിടെ? ഈ പൂജയിൽ തൃച്ചംബരത്തെ പുരുഷന്മാർക്കാർക്കും പങ്കെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവര് വരില്ല. അതെന്തായാലും നന്നായി. ഇന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലം ആന്റി. പ്രത്യേകിച്ച് ആനന്ദ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ പ്ലാൻ എല്ലാം വളരെ ഈസി ആയിട്ട് നടത്താം. അയ്യോ പ്രിയങ്കേ, അവിടെ ഇപ്പൊ അഖില ഗംഗയെ തിരക്കുന്നുണ്ടാവും. ഞങ്ങൾ എന്നാ അങ്ങോട്ട് ചെല്ലട്ടെ? ശരി ആന്റി, എനിക്കിവിടെ നിന്നാ കുളത്തിൽ നടക്കുന്നതെല്ലാം കാണാം. ഞാൻ ഇവിടെ ഉണ്ടാവും. നിങ്ങൾ പോയിക്കോ. ശരി, വാ. ശരി. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.
അയ്യോ ഗംഗേ, അത് ശിവലിംഗം അല്ല, ശംഖാണ്, ശംഖ്. ശിവലിംഗം എടുക്കാൻ പോയവരെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ ആനന്ദ്. എനിക്കെന്തോ ഒരു ടെൻഷൻ. നീ അമ്മയൊന്ന് വിളിച്ചോ. അമ്മ തിരക്കിലായിരിക്കും. ഞാൻ കല്യാണി വിളിക്കാം. കല്യാണിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫാ. ആനന്ദ്, നീ അമ്മയെ തന്നെ ഒന്ന് വിളിക്കും. എത്ര നേരം എന്ന് പറഞ്ഞാൽ ടെൻഷൻ സഹിക്കുക. നന്ദനയുടെ കയ്യിലാണല്ലോ ശിവലിംഗം ഇരിക്കുന്നത്. സ്ഫടിക ശിവലിംഗം കിട്ടിയത് നന്ദനയ്ക്കാണോ? അല്ല, അത് അതെ സാർ, ശിവലിംഗം കിട്ടിയത് നന്ദന മാഡത്തിനാ. അമ്മ എവിടെ? ആന്റി ബാക്കി പൂജ കൂടി കഴിഞ്ഞിട്ടേ വരൂ. എന്തായാലും സന്തോഷമായി. ഇതിനി ഇരിക്കേണ്ടത് പൂജാമുറിയില്ല. നന്ദന ഒരു കാര്യം ചെയ്യോ, ഈ ശിവലിംഗം കൊണ്ടുപോയി പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കുക. ശരി അങ്കിൾ. കല്യാണി, നീയും കൂടി എന്നോടൊപ്പം പൂജാമുറിയിലേക്ക് വരണം. ശരി മാഡം, വാ. വാ. എന്താ ആന്റി, ഒരു മുന്നറിയിപ്പും കൂടാതെ എന്നെ കാണാൻ ഇങ്ങോട്ട്? ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ആന്റി ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഓടി വരുമായിരുന്നല്ലോ. എന്തായാലും പേഴ്സണൽ കാര്യമായിട്ട് ആന്റി എന്നെ തിരക്കി വരുമെന്ന് എനിക്ക് ധാരണയില്ല. എന്തെങ്കിലും ബിസിനസ് കാര്യമായിട്ടായിരിക്കും ഈ വരവല്ലേ? എന്താ ആന്റി, ശരിയല്ലേ? യമദേവനെ ആരെങ്കിലും ഫോൺ ചെയ്തു വരുത്തൂ? ഇല്ല. സമയമാകുമ്പോ യമദേവൻ കൊണ്ടുപോകേണ്ടവരെ തേടിയെത്താറാണ് പതിവ്. അതുപോലെ നിന്നെ തേടിയാ ഞാനിപ്പോ വന്നത്. കൊള്ളാം, അതിന്റെ കാരണം അറിയില്ല എന്നുള്ള നിന്റെ ഈ നാട്യം. അയ്യോ ഇല്ല ആന്റി, സത്യമായിട്ടും എനിക്കറിയില്ല. No! You know everything. And you were expecting me throughout. നിന്റെ മുഖം അത് വിളിച്ചു പറയുന്നുണ്ട്. എപ്പോഴും റോങ് സൈഡിലൂടെ മാത്രമാണ് നിന്റെ യാത്ര. ഓരോ തവണയും നീ എന്റെ കുറുകെ ചാടി എന്റെ വഴി മുടക്കാൻ ശ്രമിക്കുമ്പോ അപ്പൊപ്പം ഞാൻ വന്ന് നിന്നെ താക്കീത് ചെയ്യുകയും വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട്. But you keep repeat your repulsive action again and again.
നാണമില്ലേ നിനക്ക്? ലജ്ജയും അഭിമാനവും ഇല്ലാത്ത പിഴച്ച ജന്മം. എന്റെ ജന്മലക്ഷ്യം എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതിരിക്കട്ടെ, ഇപ്പൊ എന്നെ താക്കീത് ചെയ്യാനും പകരം വീട്ടാനും ഒക്കെ ഇറങ്ങി തിരിച്ചത് എന്തിനാണെന്ന് എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നീ തൃച്ചംബരത്തെ കുടുംബക്ഷേത്രത്തിലെ കുളക്കടവിൽ വന്നത് എന്താ ഞാൻ അറിയില്ലെന്ന് കരുതിയോ? ശ്ശോ, എന്താ ആന്റി, എനിക്ക് ക്ഷേത്രത്തിൽ വരാൻ എന്തെങ്കിലും വിലക്കുകളുണ്ടോ? ഞാൻ വന്നതേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനാ. നീയോ പ്രാർത്ഥിക്കാനോ? അതും തൃച്ചംബരത്തെ കുടുംബക്ഷേത്രത്തിൽ. തൃച്ചംബരത്തെ എക്കാലത്തെയും ബദ്ധശത്രുവായ നാഗമടത്തെ പ്രിയങ്ക ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ വന്നു എന്ന് പറഞ്ഞാൽ അത് കണ്ണുടച്ച് വിശ്വസിക്കാൻ നിന്നെപ്പോലെ ഞാൻ വിഡ്ഢിയൊന്നുമല്ല. ക്ഷേത്രക്കുളത്തിൽ മുങ്ങി ശിവലിംഗമെടുക്കാൻ ഇറങ്ങിയ എന്റെ മരുമക്കളെ കൊല്ലാൻ വാടക കൊലയാളിയെ ഏൽപ്പിച്ചിട്ട് അവരെ കൊല്ലുന്നത് കൺകുളിർക്കെ കാണാൻ വേണ്ടി മാത്രം നീ വന്നെത്തിയതാണ്. നമസ്കാരം. നമസ്കാരം. ഗുരുജി ഇപ്പൊ വരും. ഗുരുജി വരുന്നു. നമസ്കാരം ഗുരുജി. നമസ്കാരം. ദാസേട്ടാ കൊടുത്തോളൂ. ഇതൊക്കെ എനിക്ക് എന്തിനാ കൊണ്ടുവന്നത്? ഇതെന്റെ മനസ്സിന്റെ ഒരു തൃപ്തിക്ക് വേണ്ടി മാത്രം ഗുരുജി. നിരസിക്കരുത്. സ്ഫടികലിംഗത്തിന്റെ വിഷയത്തിൽ എന്റെ മനസ്സിൽ ചില സംശയങ്ങളും ചില കുഴപ്പങ്ങളും ഉണ്ടായിട്ടുണ്ട് ഗുരുജി. അതൊക്കെ ഗുരുജിയോട് ചോദിച്ചറിയണം. അതിനാ ഞാനിപ്പോ അങ്ങേ കാണാൻ വന്നത്. ഒരു നിമിഷം.